കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ കാറ്റഗറി 3 പേപ്പറിലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സൈക്കോളജി ഈസ് എ സയൻസോ? സൈക്കോളജി എന്തിൻ്റെ സയൻസാണ്? ബിഹേവിയറിൻ്റെ സയൻസാണ്. ദ ബേസിക് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സൈക്കോളജീസ്. സൈക്കോളജിയുടെ ബേസിക് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയറാണ്. അക്കോർഡിംഗ് ടു വാട്സൺ, ദ ബേസിക് കോണ്ടൻറ്റ് ഓഫ് സൈക്കോളജി. വാട്സൻ്റെ ചിന്താഗതികളനുസരിച്ച് സൈക്കോളജിയുടെ ബേസിക് കോണ്ടൻറ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് NL മുന്നെന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ: ടുഡേ സൈക്കോളജി ഈസ് റിലേറ്റഡ് ടു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ വിച്ച് ഇൻക്ലൂഡ് സം വാട്ട് ദ ഏർലിയർ സൈക്കോളജിസ്റ്റ് കോൾഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനകത്ത് NL മുന്നെന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് വിച്ച് ബിലീവ്സ് ദ കോണ്ടൻറ്റ് ഓഫ് സൈക്കോളജി ആസ്. ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് വരും. അതുപോലെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എക്സ്പീരിയൻസും വരും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് ഓഫ് എബോവ് എന്നാണ്. ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കോംപ്ലക്സിറ്റി വരും, ചേഞ്ചബിലിറ്റിയും വരും, എഫക്റ്റ് ഓഫ് ഹെറിഡിറ്റിയും വരും. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ആനിമൽ ബിഹേവിയർ ഇൻ കമ്പാരിസൺ ദാൻ ദ ഹ്യൂമൻ ബിഹേവിയേഴ്സ്. അപ്പം ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആനിമൽ ബിഹേവിയറിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനിമൽ ബിഹേവിയറിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുമ്പം അതിനകത്ത് ഈ സിംപ്ലിസിറ്റിയും വരും, സിമിലാരിറ്റിയും വരും, മിനിമം എഫക്റ്റ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെൻറ്റും വരും. ഇതെല്ലാം ആനിമൽ ബിഹേവിയറിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ഇൻ റിലേഷൻ ടു ഹിസ് എൻവയോൺമെൻറ്റ്. ദിസ് ഡെഫിനിഷൻ പുട്ട് ഫോർത്ത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ഇൻ റിലേഷൻ ടു ഹിസ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റുമായി റിലേറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ആക്ഷൻസിൻ്റെ സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് ഡെഫിനിഷൻ ആരാണ് നൽകിയത്? RS വുഡ്വർത്ത് ആണ് നൽകിയത്. RS വുഡ്വർത്ത് ആണ് പറഞ്ഞത് ഹ്യൂമൻ ആക്ഷൻസ് ഇൻ റിലേഷൻ ടു എൻവയോൺമെൻറ്റ് എന്ന്, സൈക്കോളജിയുടെ സ്റ്റഡി. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ ഏൻഷ്യൻറ്റ് ടൈം സൈക്കോളജി ഈസ് ബീയിങ് സ്റ്റഡീഡ് അണ്ടർ ദ ഡൊമൈൻ. പണ്ട് സൈക്കോളജി ഏത് ഡൊമൈനിൻ്റെ അടിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഫിലോസഫി. അക്കോർഡിംഗ് ടു ഗ്രീക്ക് ഫിലോസഫേഴ്സ്, സൈക്കോളജി വാസ് ട്രീറ്റഡ് ആസ് എ സയൻസ് ഓഫ്. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ ചിന്താഗതി അനുസരിച്ച് സൈക്കോളജി എന്തിൻ്റെ സയൻസാണ്? സോളിൻ്റെ സയൻസ് ആയിരുന്നു. ഗ്രീക്കാണ് സോൾ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം: ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഹാസ് ഗിവൺ ദ നെയിം ടു സൈക്കോളജീസ്. അപ്പോൾ എന്താണ് സൈക്കോളജിക്ക് അവർ കൊടുത്ത പേര്? ഗ്രീക്ക് ഫിലോസഫേഴ്സ് മെൻ്റൽ ഫിലോസഫി എന്നാണ്. ദ ഫേമസ് സൈക്കോളജിസ്റ്റ് ഓഫ് 16th സെഞ്ച്വറി. അപ്പം 16th സെഞ്ച്വറിയിലെ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആരെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലേബ്നിസ്, റെനെ ദെക്കാർത്തെ, സ്പിനോസ, ഓൾ ഓഫ് ദം. അപ്പോൾ ഇവർ 3 പേരും 16th സെഞ്ച്വറിയിലെ ഫേമസ് ആയ സൈക്കോളജിസ്റ്റുകളായിരുന്നു. അടുത്ത ചോദ്യം: ദ സൈക്കോളജിസ്റ്റ് ഹൂ ഹാസ് പ്രൊപ്പോണ്ടഡ് ദ തിയറി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ 19th സെഞ്ച്വറി. അപ്പം ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നത് ഏത് സൈക്കോളജിസ്റ്റാണ്? ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി കൊണ്ടുവന്നത് 19th സെഞ്ച്വറിയിൽ. അടുത്ത ചോദ്യം: ദ സൈക്കോളജിസ്റ്റ് ഹൂ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് ലാബ് ഓഫ് സൈക്കോളജി അറ്റ് ലെയ്പ്സിഗ് ഇൻ ജർമ്മനി. നമ്മൾ BEdന് ചേരുമ്പോൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ്. ജർമ്മനിയിലെ ലെയ്പ്സിഗിൽ ആദ്യമായിട്ട് സൈക്കോളജിയുടെ ഒരു ലാബ് കൊണ്ടുവന്ന വ്യക്തിയാണ് വില്ലം വൂണ്ട്, അല്ലേ? വില്ലം വൂണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം: ദ ക്രെഡിറ്റ് ഓഫ് റൈറ്റിംഗ് ദ ഫസ്റ്റ് ട്രീറ്റീസ് ഓൺ സൈക്കോളജി ഗോസ്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് സൈക്കോളജിയിൽ ട്രീറ്റീസ് എഴുതിയത് ആരാണ്? വില്യം ജെയിംസ് ആണ് ആദ്യമായിട്ട് സൈക്കോളജിയിൽ ട്രീറ്റീസ് എഴുതിയത്. അടുത്ത ചോദ്യം: ദ സൈക്കോളജി ഈസ് പ്രൊപ്പോണ്ടഡ് ആസ് ദ പോസിറ്റീവ് സയൻസ്. സൈക്കോളജിയെ പോസിറ്റീവ് സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് വിളിച്ചത് ആരാണ്? വില്യം ജെയിംസ് ആണ്. ഈ വില്യം ജെയിംസ് തന്നെയാണ് ആദ്യമായിട്ട് സൈക്കോളജിയിൽ ട്രീറ്റ് കൊണ്ടുവന്നതും പോസിറ്റീവ് സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് വിളിച്ചത്. ചോദ്യം: ദ എക്സ്പോണൻ്റ് ഓഫ് സ്കൂൾ ഓഫ് സൈക്കോ അനാലിസിസ്. അപ്പോൾ സൈക്കോ അനാലിസിസ് എന്ന് കേട്ട് കഴിഞ്ഞാലേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദ നെയിം ഓഫ് ദ പ്രൊപ്പോണ്ടർ ഓഫ് ഹോർമിക് സ്കൂൾ. അപ്പോൾ ഹോർമിക് സ്കൂളിൻ്റെ പ്രൊപ്പോണ്ടർ എന്ന് വിളിക്കപ്പെടുന്നത് വില്യം മക്ഡൗഗൽ. വില്യം മക്ഡൗഗൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. MC ആണ്. വില്യം മക്ഡൗഗൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ദ പൈനി ഓഫ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. ഇപ്പം ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ സ്കൂളിൻ്റെ തുടക്കക്കാരെന്ന് വിളിക്കപ്പെടുന്ന ആരൊക്കെയാണ്? ഇവർ 3 പേരും തുടക്കക്കാരാണ്. വെർത്തിമർ, കോലർ, കൊഫ്ക. ഇവർ 3 പേരും വരും. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ്.
ദ ഫൗണ്ടർ ഓഫ് ബിഹേവിയറിസത്തിൻ്റെ ഫൗണ്ടർ JB വാട്സൺ, ജോൺ ബ്രോഡസ് വാട്സൺ ആണ് ബിഹേവിയറിസത്തിൻ്റെ ഫൗണ്ടർ. വാട്സൺ ഹാസ് ഒപ്പോസ്ഡ്. അപ്പോൾ വാട്സൺ ഏത് ഫിനോമിനയ്ക്കെതിരായിരുന്നു? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയ്ക്കായിരുന്നു വാട്സൺ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് തന്നെ നോക്കുക, ഒരു സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് ഒബ്സർവേഷനും ഒക്കെ വരുന്നത് ഇൻട്രോസ്പെക്ഷനകത്താണ്. ദെൻ അതിനെതിരായിരുന്നു വാട്സൺ അല്ലേ, ഒപ്പോസ്ഡ് ദ ഫിനോമിന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ബേസിക് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അക്കോർഡിംഗ് ടു വില്യം മക്ഡൗഗലിൻ്റെ ചിന്താഗതികളനുസരിച്ച് ദ ബേസിക് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ അടിസ്ഥാനപരമായ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിൻസ് ആണ്. ദ വേർഡ് മീനിങ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്, സൈക്കി എന്ന് പറഞ്ഞാൽ മൈൻഡ് അല്ലേ, അപ്പോൾ സയൻസ് ഓഫ് മൈൻഡ് എന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന ടേമിൻ്റെ വേർഡ് മീനിങ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതാരാണ് പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. ദ ബെസ്റ്റ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ക്യാൻ ബി പുട്ട് ഫോർത്ത് ത്രൂ ഡിഫറൻറ്റ് ഫേസസ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ വ്യത്യസ്ത ഫേസുകളിലൂടെ നമുക്ക് സൈക്കോളജിയുടെ ബെസ്റ്റ് ഡെഫിനിഷൻ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് വില്യം ജെയിംസ് ആണ്. അതായത് നമ്മുടെ പോസിറ്റീവ് സയൻസ്, ഹ്യൂമൻ ബിഹേവിയറിൻ്റെ പോസിറ്റീവ് സയൻസ് ആണെന്ന് പറഞ്ഞ ആളും ആദ്യമായിട്ട് സൈക്കോളജിയിൽ ട്രീറ്റീസ് കൊണ്ടുവന്നതും വില്യം ജെയിംസ് തന്നെ. ഈ സൈക്കോളജിസ്റ്റ് തന്നെയാണ് പറഞ്ഞത് ഡിഫറൻറ്റ് ഫേസ് ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ നമുക്ക് സൈക്കോളജിയുടെ ഡെഫിനിഷൻ മുന്നോട്ട് വയ്ക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ദ നേച്ചർ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സൈക്കോളജി ഈസ് സെറ്റ് ടു ബി. സൈക്കോളജി എന്ന് പറയുന്ന സൈക്കോളജിയുടെ നേച്ചർ എന്താണ്? സയൻറ്റിഫിക് നേച്ചറാണ് സൈക്കോളജിക്കുള്ളത്. ദ മെത്തേഡ് ഓഫ് സ്റ്റഡി ഓഫ് സൈക്കോളജിയുടെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇതെല്ലാം വരും. ഇൻട്രോസ്പെക്ഷൻ വരും, ഒബ്സർവേഷൻ വരും, എക്സ്പെരിമെൻറ്റേഷൻ വരും, ഓൾ ഓഫ് ദ അബോവ്. ദ ലീസ്റ്റ് ആഡിക്വേറ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡി ഓഫ് സൈക്കോളജി സ്റ്റഡിയുടെ ലീസ്റ്റ് ആഡിക്വേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡാണ്. ലീസ്റ്റ് ആഡിക്വേറ്റ് മെത്തേഡ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. ബൈ എഡ്യൂക്കേഷൻ നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ടു ഡ്രോ ദ ബെസ്റ്റ് ഫ്രം ചൈൽഡ്സ് ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ഈ ഡെഫിനിഷൻ ആരാണ് പറഞ്ഞത്? ഗാന്ധിജിയാണ് പറഞ്ഞത്. ഓക്കെ. അടുത്ത, ഫസ്റ്റ് ഓഫ് ഓൾ സൈക്കോളജി ഹാസ് ലെഫ്റ്റ് ഇറ്റ്സ് സോൾ, ദെൻ മൈൻഡ് ആൻഡ് ദെൻ കോൺഷ്യസ്നെസ്. നൗ ഷീ ഫോളോസ് ദ ബിഹേവിയേഴ്സ്. അപ്പോൾ ഈ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈനാണ്. ഈ ലൈൻ ആരാണ് പറഞ്ഞതെന്നാണ് RS വുഡ്വർത്ത് പറഞ്ഞത്. ഇതാണ് ഇതിലൂടെ പറയുന്നത്. സൈക്കോളജി ആദ്യം അതിൻ്റെ ആത്മാവിനെ കൈവെടിഞ്ഞു, പിന്നെ എന്ത് ചെയ്തു? അതിൻ്റെ മൈൻഡിനെ കളഞ്ഞു, പിന്നെ കോൺഷ്യസ്നെസ്സിനെ കളഞ്ഞു. ഇപ്പോൾ സൈക്കോളജിയാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ അവൾ പെരുമാറ്റങ്ങളെയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഈ ലൈൻ ആരാണ് പറഞ്ഞത്? RS വുഡ്വർത്ത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺവേയിങ് ദ മീനിങ് ഓഫ് ദ ടേം എഡ്യൂക്കേഷൻ. അതിനകത്ത് എഡ്യൂക്കേഷൻ്റെ എന്ന് പറയുന്ന ടേം മീനിങ് കൺവേ ചെയ്യാത്തത് എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. കാരണം സാ വിദ്യ യാ വിത്തെ, ഞാൻ എന്നൊക്കെ പറയുന്ന എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് എബിലിറ്റീസും എഡ്യൂക്കേഷനകത്ത് വരും. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് അതിനകത്ത് എഡ്യൂക്കേഷൻ ഒന്നും കയറി വരുന്നില്ല. സോ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ് അതിൻ്റെ ആൻസർ. ദ സൈക്കോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ ദ ഡൊമൈൻ ഓഫ് സൈക്കോളജി. ഏത് ഡൊമൈനിൻ്റെ അടിയിലാണ് വരുന്നത്? പോസിറ്റീവ് സയൻസ് ആണ്. പോസിറ്റീവ് സയൻസ്. ഓക്കെ. ഹൗ ദ സൈക്കോളജി എക്സ്പ്ലെയിൻസ് ദ ലേണിംഗ് ബിഹേവിയേഴ്സ് റിലേറ്റഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. വാട്ട് ക്വസ്റ്റ്യൻസ് ഡസ് എഡ്യൂക്കേഷൻ അറ്റംപ്റ്റ്സ് ടു ഗിവ് ഇറ്റ്സ് പോസിറ്റീവ് ആൻസർ. ഹൗ ആൻഡ് വൈ എഡ്യൂക്കേഷൻ സൈക്കോളജി ഇസ് റിലേറ്റഡ് ടു ലേണിംഗ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഹൗ, വൈ, വാട്ട് അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വേർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ക്രോ ആണ്. അപ്പോൾ അതങ്ങനെ ഓർത്തിരിക്കാനേ പറ്റത്തുള്ളൂ. കുറേ ക്വസ്റ്റ്യൻ വേർഡുകൾ വരുന്ന സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ പറഞ്ഞത് ക്രോ ആണ്. അടുത്ത ചോദ്യം, ദ കോൺട്രിബ്യൂഷൻ ഓഫ് സൈക്കോളജി ഇൻ എഡ്യൂക്കേഷനിൽ സൈക്കോളജിയുടെ കോൺട്രിബ്യൂഷൻ. ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു, എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൊണ്ടുവന്നു, റെക്കഗ്നിഷൻ ഓഫ് കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ കരിക്കുലം, അതെല്ലാം കൊണ്ടുവന്നത് എഡ്യൂക്കേഷനകത്ത് സൈക്കോളജിയുടെ ഇംപ്ലിക്കേഷനായിട്ട് വരും. സോ ഓൾ ഓഫ് ദ എബോ ആണ് എൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ദ സൈക്കോളജി ഹാസ് അനലൈസ്ഡ് സ്റ്റുഡൻസ് പൊട്ടൻഷ്യാലിറ്റീസ്. കുട്ടികളുടെ കഴിവുകളെ അനലൈസ് ചെയ്യാൻ സൈക്കോളജിക്ക് സാധിച്ചു. ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അവർ തമ്മിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനലൈസ് ചെയ്യാൻ സാധിച്ചു. ഇൻ ഓർഡർ ടു ഗീവ് എക്സ്ക്ലൂസീവ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ.
ഇപ്പം ഈ ഡെഫിനിഷനകത്ത് സൈക്കോളജി എഡ്യൂക്കേഷൻ തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്? കുട്ടികളുടെ കഴിവുകളും കുട്ടികൾ തമ്മിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനലൈസ് ചെയ്യാൻ സൈക്കോളജിക്ക് സാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡെഫിനിഷൻ പറഞ്ഞത് ആർ.എ. ഡേവിസ് ആണ്. ആർ.എ. ഡേവിസ്. ഈ ഡെഫിനിഷനകത്ത് എന്താണ്? നമ്മൾ പല ഡെഫിനിഷനും ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഡെഫിനിഷനിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തി ഏതാണെന്ന് ഓർത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനകത്ത് സൈക്കോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ പൊട്ടൻഷ്യാലിറ്റീസും അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസും അനലൈസ് ചെയ്യാൻ സൈക്കോളജിക്ക് സാധിച്ചു എന്ന് പറഞ്ഞതാണ് ആർ.എ. ഡേവിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് ഇൻ റിലേഷൻ? എഡ്യൂക്കേഷണൽ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റിൽ ഇതൊക്കെയാണ്: ദ ഫോക്കസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് ഹ്യൂമൻ ബിഹേവിയർ. അത് ശരിയാണ്. അടുത്തത്, എഡ്യൂക്കേഷൻ സൈക്കോളജി അനലൈസസ് ദ ഫാക്ട് ബേസ്ഡ് കളക്റ്റഡ് ത്രൂ റിസർച്ച് ആൻഡ് ഒബ്സർവേഷൻ. അതും ശരിയാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഫോർമുലേറ്റ്സ് ദ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ നോളജ് കളക്റ്റഡ് ഇൻ സെഞ്ച്വറീസ്. അതും ശരിയാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഗിവ്സ് ദ സൊല്യൂഷൻ ഓഫ് ഓൾ പ്രോബ്ലംസ്. എഡ്യൂക്കേഷൻ്റെ എല്ലാ പ്രോബ്ലംസിനും എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സൊല്യൂഷൻ ഇല്ല. അപ്പം ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് ഒരു ഡെഫിനിഷനാണ്. അതാരാണ് പറഞ്ഞതെന്നാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷനാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി റിസീവ്സ് ഇറ്റ്സ് മീനിങ് ഫ്രം എഡ്യൂക്കേഷൻ വിച്ച് ഈസ് എ സോഷ്യൽ പ്രോസസ് ആൻഡ് സൈക്കോളജി വിച്ച് ഈസ് ടേംഡ് ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. ഇതിനകത്ത് സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഈ ഡെഫിനിഷൻ പറഞ്ഞത് സ്കിന്നറാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞത്. എഡ്യൂക്കേഷൻ സൈക്കോളജി റിസീവ്സ് ഇറ്റ്സ് മീനിങ് ഫ്രം എഡ്യൂക്കേഷൻ വിച്ച് ഈസ് എ സോഷ്യൽ പ്രോസസ് ആൻഡ് സൈക്കോളജി വിച്ച് ഈസ് ടേംഡ് ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. അടുത്ത ചോദ്യം, എഡ്യൂക്കേഷൻ സൈക്കോളജീസ്. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്റ്റഡി ഓഫ് കംപ്ലീറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ റെഫറൻസ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ. ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ട്രാൻസ്ഫോംഡ് ത്രൂ എഡ്യൂക്കേഷൻ. ഓക്കെ. എക്സ്പ്ലോറേഷൻ ഓഫ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. എല്ലാം വരും ഇതിനകത്ത്. സോ 36D ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്നാണ്. The control, prediction and knowledge of human behaviors, the application of psychological principles in good teaching learning processes, the remedy for the problems related with motivation, evaluation and teaching methods. ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിക്കകത്ത് വരുന്നതാണ് ഒബ്ജക്റ്റീവായിട്ട്. The scope of education psychology consists of student only, teacher only, the teaching learning process only, all of the above. എല്ലാം തന്നെ ഇതിൻ്റെ സ്കോപ്പാണ്. അടുത്തത്, ദ ആപ്ലിക്കേഷൻ ഓർ യൂട്ടിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. എഡ്യൂക്കേഷൻ സൈക്കോളജിക്കകത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എ റിലയബിൾ മാനർ, റിലയബിലിറ്റി. ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രിറ്റ് ആൻഡ് അനലൈസ് ഫാക്ട്സ്. ടു മേക്ക് ദ സയൻറ്റിഫിക് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സയൻറ്റിഫിക് നേച്ചറിനെ അർത്ഥവത്താക്കുന്നത്. എല്ലാം തന്നെ വരും. അപ്പോൾ ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസർ. സൈക്കോ അനലിറ്റിക് മെത്തേഡ് ഓഫ് സൈക്കോളജി ഈസ് അസോസിയേഷൻ. ഡ്രീം അനാലിസിസ് സൈക്കോ അനലിറ്റിക് ആണ്. വേർഡ് അസോസിയേഷൻ സൈക്കോ അനലിറ്റിക് ആണ്. ഹിപ്നോസിസ് സൈക്കോ അനലിറ്റിക് ആണ്. സോ അവർ ആൻസർ ഈസ് ഓൾ ഓഫ് ദ അബോവ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഡു യു ഫീൽ ദ ബെറ്റർ ആപ്ലിക്കേഷൻ ഓഫ് ക്ലിനിക്കൽ മെത്തേഡ് ടു സോൾവ്? ഇപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ക്ലിനിക്കൽ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഏതാണെന്നാണ് ചോദ്യം. ചൈൽഡ് ഹാവിങ് ലേണിംഗ് ഡിഫിക്കൽട്ടി, ക്ലിനിക്കൽ മെത്തേഡ് വരാം. ദ ചൈൽഡ് ഹാവിങ് സ്റ്റട്ടറിങ് ഡിഫിക്കൽട്ടീസ്, അതും ചൈൽഡ് വന്നിട്ടുണ്ട്, ക്ലിനിക്കൽ മെത്തേഡ് വരാം. ഡെലിക്വൻസ്, എല്ലാത്തിനകത്തും വരുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാത്തിനകത്തും ഇതെല്ലാം തന്നെ ക്ലിനിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഇത് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലമാണ്. അടുത്ത ചോദ്യം, ഇൻ ജനറൽ ദ ആപ്ലിക്കേഷൻ ഓഫ് കേസ് ഹിസ്റ്ററി. സോ കേസ് ഹിസ്റ്ററി മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പ്രിഫർ ചെയ്യുന്നത് എന്തിനാണ്? ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ. ടു എലിമിനേറ്റ് ദ സ്പെസിഫിക് കോസ്. ശരിയായ കൃത്യമായ കോസിനെ എലിമിനേറ്റ് ചെയ്യാനാണ് കേസ് ഹിസ്റ്ററി മെത്തേഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ദ എയിം ഓഫ് സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റേഷൻസിൻ്റെ എയിം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ സ്റ്റഡി
to study the human behavior under controlled conditions, to formulate general principles for human behavior, to understand the conditions influencing human. എല്ലാം തന്നെ സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റേഷൻ്റെ എയിമാണ്. ഓൾ ഓഫ് ദ above. The scope of education psychology includes in it the study of human development, the study of learning process, the study of individual difference. എല്ലാം തന്നെ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സ്കോപ്പിനകത്ത് വരുന്നു. Which of the following is not the aim of education psychology? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ എയിം അല്ല. To understand abilities, interests and potentials of students വരും. To study the developmental characteristics of students അതും വരും. To study the individual difference among students അതും വരും. To make free the students from discipline. ഡിസിപ്ലിനിൽ നിന്നും ഫ്രീ ആക്കാനോ അതറ്റ. അടുത്ത ചോദ്യം. The introspection method of psychology involves. സൈക്കോളജിയുടെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിനകത്ത് എന്തൊക്കെ വരും? The brain to study its own mental process അത് ശരിയാ. അടുത്ത വരുമോ? The study of your mental process by another person അത് തെറ്റാ. The observation of your mental process by scientist അത് തെറ്റ്. നൺ ഓഫ് ദം. അപ്പോൾ എ ആണ് ആൻസർ. The brain to study its own mental process. ഓക്കെ. അടുത്ത ചോദ്യം. The defect of a self observation. സെൽഫ് ഒബ്സർവേഷൻ, സ്വന്തമായിട്ട് ഒബ്സർവേഷൻ നടത്തുമ്പോൾ അതിനകത്ത് വരുന്ന ഡിഫക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാക്ക് ഓഫ് സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റി അത് വരും. അറ്റൻഷൻ ഡിസ്ട്രാക്ഷൻ അതും വരും. ഒബ്സർവേഷൻ ഓഫ് മെൻ്റൽ പ്രോസസ്സിൻ്റെ ഒബ്സർവേഷനോ അതും കയറി വരാം. അപ്പോൾ പിന്നെ ഓൾ ഓഫ് ദി എബോവ് ആണ് അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഡിഫക്റ്റുകളാണ്, ഇത്രയും ഡിഫക്റ്റ് ഉണ്ട്. അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഡിഫക്റ്റ് ഓഫ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡിന് ഡിഫക്റ്റായിട്ട് എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ എക്സ്പെരിമെൻ്റ് ആർട്ടിഫിഷ്യൽ കണ്ടീഷൻ, ഡിഫിക്കൽട്ടി ഓൺ ദ പാർട്ട് ഓഫ് സബ്ജക്റ്റ് ടു സീക്ക് ഹെൽപ്പ്, ദ പോസിബിലിറ്റീസ് ടു ഗെയിൻ ആക്യുറേറ്റ് നോളജ് ഓഫ് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്റ്റ്, ഇമ്പോസിബിലിറ്റി ടു കൺട്രോൾ ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് ചോദ്യം നമ്മൾ നല്ലപോലെ വായിച്ച് നോക്കണം. ഈസ് നോട്ട് ദ ഡിഫക്റ്റ്. അപ്പോൾ ഇതിനകത്ത് 3 ഡിഫക്റ്റ് ഉണ്ട്, ഒരെണ്ണം ഡിഫക്റ്റ് അല്ല. വായിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. ദ പോസിബിലിറ്റി ടു ഗെയിൻ ആക്യുറേറ്റ് നോളജ് ഓഫ് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്റ്റ്. ഇതിനല്ലേ നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഡിഫക്റ്റ് ആവില്ലല്ലോ. സോ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിഫക്റ്റ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ് അപ്ലൈഡ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജിക്കകത്ത് അപ്ലൈ ചെയ്യുന്ന ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ ഡിഫക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഒബ്സർവേഷൻ മെത്തേഡ് ആർട്ടിഫിഷ്യൽ ബിഹേവിയർ ഓഫ് ദ സബ്ജക്റ്റ് ആർട്ടിഫിഷ്യലായിട്ട് ബിഹേവിയർ ഉണ്ടാക്കിയാൽ അതും ഒരു ഡിഫക്റ്റായിട്ട് വരും. ദ ചേഞ്ച് ഇൻ ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ വരാം, ഫാൾസ് കൺക്ലൂഷൻ വരാം. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് എൻ്റെ ആൻസർ. എല്ലാം തന്നെ ഡിഫക്റ്റാണ്. ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഏത്? ഡെവലപ്മെൻറ്റൽ മെത്തേഡ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ് അല്ലേ? ഡെവലപ്മെൻറ്റൽ മെത്തേഡാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം.